രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളിൽ 3000 കോടി രൂപ വെട്ടിക്കുറച്ച നരേന്ദ്രമോദി സർക്കാർ. ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനാണ് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ മറുപടി. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പിൻവലിച്ചതായും കേന്ദ്ര സർക്കാർ സമ്മതിച്ചു. ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചോദ്യത്തിനാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതികളുടെ വെട്ടിനിർത്തൽ കേന്ദ്ര സർക്കാർ തുറന്നു പറഞ്ഞത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ബജറ്റിൽ നിന്നും കഴിഞ്ഞ 5 വർഷ കാലയളവിൽ 3000 കോടി രൂപ വെട്ടിക്കുറച്ചതായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. 5 വർഷത്തിനിടെ 10432.53 കോടി സ്കോളർഷിപ്പിനായി അനുവദിച്ചപ്പോൾ 7369.95 കോടി മാത്രമാണ് വിതരണം ചെയ്തത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള നിരവധി സാമ്പത്തിക സഹായ പദ്ധതികൾ നിർത്തലാക്കുകയോ നിയന്ത്രിക്കുകയോ ഭാവിയിൽ നടപ്പാക്കാൻ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മറുപടിയിലുണ്ട്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പിൻവലിച്ചതായും കേന്ദ്രമന്ത്രി സമ്മതിച്ചു. കൂടാതെ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പും പദോ പർദേശ് പലിശ സബ്സിഡി സ്കീമും 2022 നിർത്തലാക്കി. ഇതോടെ അർഹരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായമാണ് ഇല്ലാതായത്. മറ്റു മന്ത്രാലയങ്ങൾ വഴി സമാനമായ സ്കോളർഷിപ്പുകൾ ലഭ്യമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. BJP സർക്കാരിന്റെ വിദ്യാഭ്യാസ വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തെ തുറന്നുകാട്ടുന്നതാണ് പാർലമെന്റിലെ വിശദീകരണം. കൈരളി ന്യൂസ്, ദില്ലി.